तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय। ॐ शान्ति शान्ति शान्ति। असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मामृतं गमय। ചിന്തയാ മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയത് എന്തിനാണെന്നറിയാമല്ലോ. ഈ അവാർഡ്, ഈ ചടങ്ങ് ഒരു പേരുന്നുണ്ട്, പൂർണ്ണ. പൂർണ്ണ എൻ്റെ സഹോദരിയാണ്. 23-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞ ആളാണ്. പക്ഷേ ഈ 23 വർഷം കൊണ്ട് ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചത് വിദ്യാഭ്യാസം എന്നത് ഒരിക്കലും കെടാത്ത വിളക്കാണ് എന്നതാണ്. ഞങ്ങൾക്ക് ചേച്ചിയെ നഷ്ടപ്പെടുമ്പോൾ എൻ്റെ അച്ഛന് ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചിയുടെ പേര് ചേച്ചിയോടൊപ്പം അവസാനിക്കരുത്, മറ്റുള്ളവർക്കായി അത് ഒരു തുടക്കമാവണം. അങ്ങനെ ചേച്ചിയുടെ പേരിൽ ഒരു ചെറിയ പ്രസിദ്ധീകരണത്തോടെ ഞങ്ങൾ തുടങ്ങി. ഇന്ന് ആ വിത്ത് ഈ ഫൗണ്ടേഷനായി വളർന്നു. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ 25-ാം വർഷമാണ്. സമൂഹ നന്മ മുന്നിൽ കണ്ട് വിവിധ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സൗജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ്, വെരിക്കോസ് വെയിൻ നിർണയ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ വർഷത്തെ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ 8ാമത്തെ പുരസ്കാരദാന ചടങ്ങ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ച പൊതുപ്രവർത്തകനായ ശ്രീ VM സുധീരൻ സാറിന് നൽകുമ്പോൾ ഇത് ഏറ്റവും അനുഗ്രഹീത നിമിഷമാകുന്നു. അതും കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഈ പുരസ്കാരം നൽകുവാനായി എത്തിച്ചേർന്ന അവിസ്മരണീയമായ മുഹൂർത്തത്തിന് നാം ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻറ്റും MGM മോഡൽ സ്കൂളിൻ്റെ ബഹുമാന്യനായ ട്രസ്റ്റ് സെക്രട്ടറിയുമായ ഡോക്ടർ PK സുകുമാരൻ സാറിനെ വിനയപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ പ്രസിഡൻ്റായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ 25-ാം വർഷമാണ് 2026. ഒട്ടേറെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതിനൊപ്പം സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ ഉള്ള പ്രതിഭാശാലികളെ ഫൗണ്ടേഷൻ നിയോഗിക്കുന്ന ജൂറി കമ്മിറ്റി ആണ് തിരഞ്ഞെടുക്കുന്നത്. അവരെ ക്ഷണിച്ചു വരുത്തി ആദരിക്കുന്ന കീഴ്വഴക്കം സമുചിതമായി നടത്തി വരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നും കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് കേരള രാഷ്ട്രീയത്തിലെ സംശുദ്ധനായ രാഷ്ട്രീയ നേതാവും സമാരാധ്യനുമായ ശ്രീ VM സുധീരൻ. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ജൂറി കമ്മിറ്റി കണ്ടെത്തിയത് ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവர்களെയാണ്. ചാരിറ്റബിൾ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ പൊതുജനങ്ങൾക്കായി തിരുവനന്തപുരം RCCയുടെ സഹകരണത്തോടെ ക്യാൻസർ രോഗനിർണയ ക്യാമ്പും ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ സഹകരണത്തോടെ വെരിക്കോസ് നിർണയ ക്യാമ്പും നടത്തി തുടർ ചികിത്സ വേണ്ടപ്പെട്ടവർക്ക് ചികിത്സാ സഹായം ചെയ്തു വരുന്നു. പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ യോഗ ക്ലാസും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ ഫൗണ്ടേഷൻ്റെ 8ാമത് പുരസ്കാരം ഏതിലും ഉറച്ച നിലപാടുള്ള
നിഷ്കളങ്കവും നിഷ്പക്ഷവുമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ശ്രീ BM സുധീരന് സമർപ്പിക്കുന്നതിൽ അതിൽ വലിയ സന്തോഷമുണ്ട്. ഏറെ അഭിമാനിക്കുകയും ചെയ്യുന്നു. മാതൃകാപരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ പ്രിയപ്പെട്ടവനുമായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ തന്നെ പുരസ്കാരം സമർപ്പണം നടത്തുന്നതിൽ സംഘടനയും ഞങ്ങളേവരും അതിയായി സന്തോഷിക്കുന്നു. പ്രസംഗം ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ കേരളത്തിൻ്റെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർകളെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ BM സുധീരൻ ഇൻട്രഡക്ഷൻസ് ആവശ്യമില്ലാത്ത കേരളത്തിലെ ബഹുജന നേതാവാണ് എന്ന് ഞാൻ ആമുഖമായി ഓർമ്മിപ്പിക്കണം. ശ്രീ BM സുധീരൻ നടന്നു വന്ന പാത നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്നായിട്ടറിഞ്ഞു. നിങ്ങൾ കണ്ടറിഞ്ഞു, ഞങ്ങൾ തൊട്ടറിഞ്ഞു. അതുകൊണ്ട് തന്നെ ശ്രീ സുധീരൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും അടുത്ത് നിന്ന് ഹൃദയത്തിൻ്റെ ഒരു ഭാഗം പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പതിറ്റാണ്ടുകളായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചും സിദ്ധികളെക്കുറിച്ചും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ശ്രീ BM സുധീരനെ പോലെ സംശുദ്ധ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ കേരള രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ സർവസ്വവുമാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന് ഒരു പ്രത്യേകമായ ശൈലിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന തൂവള്ള വസ്ത്രത്തിൽ ഒരു കറുത്ത പാട് പോലും വീഴാത്ത അസാമാന്യമായ തേജസ്സുള്ള ഒരു പൊതുപ്രവർത്തകനാണ് നമ്മളുടെ പ്രിയപ്പെട്ട സുധീരൻ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ഒരാളിനെ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രതിഫലനവും ഞാനതിൽ കാണുകയാണ്. അതും വിശുദ്ധമായി ഈ വർക്കലയിൽ വെച്ച് തന്നെ അത് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തത് അതുപോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ BM സുധീരന് എല്ലാ അർത്ഥത്തിലും ഭാവുകങ്ങളുണ്ടാകട്ടെ. അതിദീർഘമായി അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് കത്തിജ്വലിച്ച് നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. അവാർഡ് വിശദീകരണത്തിനായി അവാർഡ് കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ S ജയപ്രകാശ് സാറിനെ ക്ഷണിച്ചുകൊള്ളും. ഈ അവാർഡിനെ കുറിച്ച് വിശദീകരിക്കുകയാണ് എൻ്റെ ദൗത്യം. ഞങ്ങൾ 3 പേരുള്ള ഒരു സമിതിയാണ് ഈ അവാർഡ് നിർണയിച്ചത്. ഞാനും മറ്റൊരാൾ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, ശ്രീ G പ്രിയദർശൻ സാർ. അദ്ദേഹമാണ് ഈ അവാർഡിൻ്റെ 1ാമത്തെ സ്വീകർത്താവ്. പിന്നൊരാൾ TK എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ സാമൂഹ്യ രംഗത്ത് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഡോക്ടർ M ജയരാജു. ജയരാജുവിന് ഇന്ന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാവുന്നത്, അല്ലെങ്കിൽ അദ്ദേഹവും വരുമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ സുധീർ സാറിനെ വിളിച്ചു. ഞങ്ങളിങ്ങനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്, ഇവിടെ വന്ന് അത് സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞത് മറ്റേതെങ്കിലും ഇൻ്റലക്ച്വൽസിന് കൊടുത്താൽ പോരെ, എന്നെ ഇതിന് പരിഗണിക്കണമോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ വാക്യം, നമ്മുടെ MGMലെ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ കാണിച്ചു കൊടുക്കണം. ഇത് കുട്ടികളാണ് ഇവിടുത്തെ ശ്രോതാക്കൾ. അവാർഡ് സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ വ്യക്തിത്വങ്ങളും അവരുടെ മാതൃകാ പുരുഷന്മാരായി തീരണം. അതുകൊണ്ട് സാറിൻ്റെ രാഷ്ട്രീയമല്ല ഞങ്ങൾ നോക്കുന്നത്, സാറിൻ്റെ വ്യക്തി ജീവിതത്തിലെയും രാഷ്ട്രീയ ജീവിതത്തിലെയും കാണിച്ച സംശുദ്ധി, ആ ആർജവം, അതിനെയാണ് അവാർഡ് കമ്മിറ്റി പരിഗണിച്ചത്. അതുകൊണ്ട് ഇത് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും
അദ്ദേഹം ഇത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഒരു റോൾ മോഡലാണ്, നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, വളരെ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറയുന്നത് സുധീരൻ സാറിനെ പോലെ ഇതിന് മുൻപ് അവാർഡ് സ്വീകരിച്ച 6 സ്വീകർത്താക്കളെ പോലെ ആയിത്തീരുവാൻ നിങ്ങളും ശ്രമിക്കണം, നിങ്ങളും പരിശ്രമിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പുരസ്കാര ദാന ചടങ്ങാണ്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ 8ാമത് പുരസ്കാരം പാർലമെൻ്ററി വ്യാമോഹമില്ലാത്ത നിസ്വാർത്ഥ സേവനത്തിൻ്റെ പ്രതീകമായ ശ്രീ VM സുധീരന് സമ്മാനിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപം ശ്രീ VM സുധീരൻ അവർകളെ മറുപടി പ്രസംഗത്തിനായി ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ ഹൃദ്യവും സന്ദേശദായകവുമായ ഈ കൂട്ടായ്മയുടെ അധ്യക്ഷൻ, നമുക്കെല്ലാം വളരെ ആദരണീയനായ സ്നേഹസമ്പന്നനായ ഡോക്ടർ PK സുകുമാരൻ, അതീവ സന്തോഷത്തോടെ എനിക്ക് ആശംസകൾ നേർന്ന് ഈ പുരസ്കാരം നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച എൻ്റെ പ്രിയ സഹോദരനും നിയമസഭാ സ്പീക്കറായി ഇപ്പോൾ വളരെ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഭാവിയുടെ പ്രതീക്ഷയായ വിദ്യാർത്ഥിനി മക്കളെ, എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, അതിലേറെ സംതൃപ്തിയുണ്ട് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ. തൻ്റെ പ്രിയപ്പെട്ട മകനുടെ സ്മരണാർത്ഥം ഡോക്ടർ PK സുകുമാരൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സേവന രംഗത്ത്, പ്രത്യേകിച്ച് മാതുര സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വിവിധ രംഗങ്ങളിലെ വ്യക്തികളെ, അവർക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ പുരസ്കാരങ്ങൾ നൽകുന്ന ഈ സംരംഭം, അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ, പങ്കാളിയാകാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയേറെ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു അനുഭവമാണ്. ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ അനുമോദനങ്ങൾ മാത്രമല്ല,
പൂക്കൾ മാത്രമല്ല, ചിലപ്പോഴെങ്കിലും കല്ലേറുകളും ഏൽക്കാറുണ്ട്, വിമർശനങ്ങളും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് വളരെയേറെ പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്വാർത്ഥപതികളായ ആളുകളുടെ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. ആ എതിർപ്പുകൾ വരുമ്പോൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സൽപ്രവൃത്തികളെ അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും ഒരു നിര തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ കൂടുതൽ നന്മയുടെ സന്ദേശവുമായി മുന്നോട്ട് പോകാൻ വളരെയേറെ പ്രചോദനം നൽകും എന്നുള്ളത്, ആവേശം പകരും എന്നുള്ളത് എടുത്തു പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട തിരുവഞ്ചൂർ ഇവിടെ വന്നു. എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഡോക്ടർ സുകുമാരൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ പ്രായക്കാരാണ്, സമകാലികരാണ്. ഏറ്റെടുത്ത എല്ലാ ചുമതലകളും വളരെ സമർത്ഥമായി ജനതാൽപര്യം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച ജനപ്രതിനിധിയാണ് തിരുവഞ്ചൂർ. ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ സീനിയറായിട്ടുള്ള നിയമസഭയിലെ അംഗം, നിയമസഭാ സ്പീക്കറായി പ്രവർത്തിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എനിക്ക് സർക്കാരിനോട് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിക്കവേ പറയുകയുണ്ടായി, അതായത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഒന്നിപ്പിച്ച് ജനങ്ങളെ ഒന്നിപ്പിച്ചു ഈ കാര്യത്തിൽ മുന്നേറണം. മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ ഒരു വലിയ മൂവ്മെൻ്റ് ആരംഭിക്കണം. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ് വകുപ്പ്, ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷൻ, ആരോഗ്യ വകുപ്പ്, ഇങ്ങനെ എല്ലാ വകുപ്പുകളും ചേർന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രിയും എക്സൈസ് മന്ത്രിയും മറ്റെല്ലാ മന്ത്രിമാരും ഉൾപ്പെടുന്ന, ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന, അനുദ്യോഗസ്ഥരുൾപ്പെടുന്ന ലഹരി വിമുക്ത കേരളത്തിന് വേണ്ടി പരിശ്രമിച്ചു വരുന്ന ബഹുമാന്യരുൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സംവിധാനം രൂപം കൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. ഈ കാര്യത്തിൽ നമ്മുടെ MGM, മഹത്തായ MGM വിദ്യാലയം മാതൃകാപരമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർവ്വതലങ്ങളിലും വിദ്യാർത്ഥികളുടെ ഇടയിൽ മാത്രമല്ല, രക്ഷകർത്താക്കളും ഈ കാര്യത്തിൽ ജാഗ്രത പാലിച്ചേ മതിയാവും. ആ ജാഗ്രത, കുടുംബങ്ങളിലെ ജാഗ്രത, വിദ്യാലയങ്ങളിലെ ജാഗ്രത, അതോടുകൂടി കേരളം ഇന്ത്യക്കൊട്ടാകെ മാതൃകയായ ഒരു ലഹരി വിരുദ്ധ സംസ്ഥാനമായി സർവ്വവിധ ലഹരിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കുന്ന പശ്ചാത്തലം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകട്ടെ. ഈ പുരസ്കാരത്തിൻ്റെ ഭാഗമായി 1,00,000 രൂപ കൂടി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ആലോചിക്കുകയായിരുന്നു, ഈ തുക, ഈ പുരസ്കാര തുക ഞാനൊരു പ്രധാന കാര്യത്തിന് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ മുൻ പ്രസിഡൻറ്റും KSUവിൻ്റെ ആക്ടിംഗ് പ്രസിഡൻറ്റുമായിരുന്ന MR രാമദാസ്, അദ്ദേഹം കിഡ്നി മാറ്റിവെക്കുന്ന നടപടിയായി ലേക്ക് ഷോർ ആസ്പത്രിയിൽ ചികിത്സയിലാണ്. ഏതാണ്ട് 60 ലക്ഷം രൂപയോളം ഇതുവരെ ചെലവായി കഴിഞ്ഞു. പൂർണ്ണ പബ്ലിക്കേഷൻസ് പുരസ്കാരം നൽകിയ എല്ലാ നല്ല മനസ്സുകളോടുമുള്ള കടപ്പാട്, സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ 1,00,000 രൂപ
ഞാൻ M.R. രാമദാസിന് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നൽകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ, എഡ്യൂക്കേഷൻ പബ്ലിക്കേഷൻസിൻ്റെ ഈ പുരസ്കാരം നൽകിയ ഈ ചടങ്ങ് മനോഹരമാക്കിയ, വിജയകരമാക്കിയ, എന്നെ അനുഗ്രഹിച്ച, ധാർമ്മികമായ പിന്തുണ നൽകുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഈ പുരസ്കാര സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ഇലകമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ശ്രീധരൻ കുമാർ സാറിനെ പിന്നെ പുരസ്സരം ക്ഷണിച്ചുകൊള്ളു. ഈ പൂർണ്ണ പബ്ലിക്കേഷൻ്റെ ഈ പറയുന്ന 8ാമത് പുരസ്കാരം സ്വീകരിച്ച കേരളത്തിലെ ആദർശധീരനെന്ന് അറിയപ്പെടുന്ന ശ്രീ നമ്മുടെ സുധീരൻ സാറ്, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട, നമ്മളെ ഈ പറഞ്ഞല്ലോ സാറ് വളരെ ദീർഘമായിട്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കൊരു ഉപദേശവും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ജീവിതകാലത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചു. അത് നമ്മൾ കേട്ടിരുന്നു അല്ലേ? എൻ്റെ ബഹുമാന്യനെ സ്നേഹമായ കുഞ്ഞുങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അത് എത്രയോ വർഷത്തെ, പതിറ്റാണ്ടുകളുടെ ജീവിത അനുഭവങ്ങളാണ് ബഹുമാനപ്പെട്ട സാർ ഇവിടെ പങ്കുവച്ചത്. അത് പകർത്തുക. പിന്നെ മറ്റൊന്ന് പറയുന്നു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു വാക്യം കൂടെ പറയുന്നു. ഏകദേശം 26 വർഷത്തിന് മുമ്പേ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ വർക്കലയിലെ അയിരൂർ എന്ന് പറയുന്ന ഒരു പ്രദേശം വളരെ ഗ്രാമപ്രദേശമായിരുന്നു. ഇത് ഈ സ്ഥലത്തിന് തന്നെ ഒരു പേര് പണ്ടുണ്ടായിരുന്നു, കാട്ടുംപുറം എന്നാണ് അറിയുന്നത് അല്ലേ? അതൊന്നൊരു പട്ടണത്തിൻ്റെ തേജസ്സോടുകൂടി തിളങ്ങി നിൽക്കുന്നത് ഈ ഒരു സരസ്വതി വിദ്യാലയം ഇവിടെ വന്നതുകൊണ്ട് തന്നെയാണ്. അതിൻ്റെ മാഹാത്മ്യം നമ്മൾ ഈ നാട്ടുകാർ അറിഞ്ഞിരിക്കുന്നു. കാരണം ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇവിടെ വന്നതിന് ശേഷം ആ വിദ്യാഭ്യാസത്തിനുണ്ടായ ഒരു മാറ്റം, ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇവിടെ നമുക്ക് തന്നെ ഇന്ത്യയിലെ മറ്റ് സർവകലാശാലകൾ കൊടുക്കുന്നതിനകത്ത് തുല്യമായ രീതിയിലുള്ള അത്രയും ഉന്നതകരമായ ഒരു വിദ്യാഭ്യാസം സിദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിനുണ്ടായ ഒരു മാറ്റം, സാംസ്കാരികവും അതിൽ നിന്നുള്ള നമ്മുടെ നേട്ടങ്ങളൊക്കെ വളരെ 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 മഹനീയമായ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാരണമെന്ന് മാത്രം അനുസ്മരിച്ചുകൊണ്ട് ഈ അവാർഡ് ദാനത്തിന് എല്ലാവിധ ആശംസകളും ഇനിയും വരുന്ന വർഷങ്ങളിൽ ഈ പറയപ്പെട്ട അർഹതയുള്ള ഹൃദയങ്ങൾക്ക് ഈ അവാർഡ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മുടെ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഇന്ന് ഈ അവാർഡ് നൽകുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിലെ തന്നെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആൾരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന, വിട്ടുവീഴ്ചകളില്ലാതെ, സന്ധികളില്ലാതെ, നിലപാടുകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ എന്നും മുമ്പോട്ട് പോകുന്ന, ഇന്നത്തെ ഒരു വർത്തമാന രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹം അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ പോരാടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീ VM സുധീരൻ സാർ, അദ്ദേഹത്തെ സംബന്ധിച്ച്, ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് അദ്ദേഹത്തെ തീർച്ചയായും അദ്ദേഹത്തെപ്പറ്റി നമ്മൾ അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം ഏറ്റെടുത്ത ഓരോ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും എത്രത്തോളം മികച്ച നിലയിലാണ് ആ ഉത്തരവാദിത്വങ്ങൾ അദ്ദേഹം നിറവേറ്റിയതെന്ന് പഠിക്കേണ്ടതാണ്. ഈ ചടങ്ങ് ഏറ്റവും മഹനീയമായി നടത്തുവാൻ ഇതിൻ്റെ ഫൗണ്ടേഷന് കഴിഞ്ഞു. എല്ലാം കൊണ്ടും നല്ല ഒരു വൈകുന്നേരം എല്ലാവരോടും ഒരുമിച്ച് ഇവിടെ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് 25 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒന്ന്, കുട്ടികൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് പഠനം ലളിതവും രസകരവുമാകത്തക്ക രീതിയിലുള്ള പാഠപുസ്തകങ്ങൾ നിർമ്മിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകുക. 2, ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ചാരിറ്റി പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ കൊച്ചു പുസ്തകങ്ങൾ വായിച്ച് അറിവ്
നേടുവാനുള്ള കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് നൽകുവാനും, ഇത് കൂടാതെ തന്നെ ഇന്നത്തെ ഈ തലമുറ വിദ്യാർത്ഥികൾക്ക് പ്രചോദനം ലഭിക്കത്തക്ക തരത്തിൽ ഓരോ രംഗത്തും സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ, ശാസ്ത്ര, വിദ്യാഭ്യാസ എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ കണ്ടെത്തി അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ MGM മോഡൽ സ്കൂളിൽ വെച്ച് അത് സമ്മാനിക്കുക. ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് VM സുധീരൻ സാറിന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം ഈശ്വരൻ നൽകി ഇനിയും നല്ല കാര്യങ്ങൾ ഈ ജനതയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള പ്രയത്നം ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ജയ് ഹിന്ദ്. ഈ സ്കൂളിൻ്റെ പേര് എന്താണെന്ന് നിങ്ങൾക്കറിയാം. MGM മോഡൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി മെമ്മോറിയൽ മോഡൽ സ്കൂൾ എന്നാണ്. ഇതേ ആശയം ഡോക്ടർ PK സുകുമാരൻ സാറിൻ്റെ മനസ്സിൽ ഉദിച്ചുകൊണ്ടാണ് പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ തുടങ്ങുന്നത്. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞത് വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് വെളിയിൽ വന്ന് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെന്തു പഠിക്കുന്നെന്നും അത് എന്തിനു വേണ്ടി പഠിക്കുന്നതെന്നും മനസ്സിലാക്കാൻ പൂർണ്ണ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷനാണ് ചെറിയ പുസ്തകങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കാം. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണാം, ഈ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ അന്തരിച്ച മുൻ പ്രസിഡൻ്റ് APJ അബ്ദുൽ കലാം ഇതേ വേദിയിൽ വന്ന് 10 പ്ലഡ്ജുകൾ കുട്ടികൾക്കായി പറഞ്ഞു കൊടുത്തു. അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനൊരു കാർഡ് രൂപത്തിൽ APJ അബ്ദുൽ കലാം സാറ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. ആ 10 എണ്ണവും എൻ്റെ കൊച്ചുമക്കൾ പഠിച്ച് അതിനൊരു ലക്ഷ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, ജീവിതത്തിൽ ഏത് കുട്ടിക്കും ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മൾ ഉയരണം. വായനയാണ് അല്ലെങ്കിൽ അറിവാണ് ഏറ്റവും വലിയ ധനം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, അത് വായിക്കണം. എല്ലാവർക്കും ഈ നമ്മുടെ അവാർഡിന് വന്ന് സഹകരിച്ച എല്ലാ ആൾക്കാർക്കും, മഹനീയമായ ആൾക്കാർക്കും, പ്രശസ്തരായ ആൾക്കാർക്കും എല്ലാവർക്കും പൂർണ്ണയുടെ പേരിലും MGM സ്കൂളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.